ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വാച്ചാലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പടവലങ്ങ മെഴുക്ക് പുരട്ടി നല്ല ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത്, പ്രത്യേകിച്ച് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ. ആദ്യം തന്നെ നമുക്ക് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുക്കാം. പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് സവാളയും കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് ആയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പടവലങ്ങ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതേപോലെ രാവിലത്തെ തിരക്കിനൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ടിഫിൻ ബോക്സിലൊക്കെ നമുക്ക് ചപ്പാത്തിക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റിയൊരു അടിപൊളി സബ്ജിയാണിത്. കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ചതിന് ശേഷം 2-3 പ്രാവശ്യം ഇത് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ അത് അവിടെ നിന്ന് വെന്ത് കൊള്ളും. നമുക്ക് സൈഡിൽ നിന്ന് ബാക്കി പണിയൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2-3 പ്രാവശ്യം ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പടവലങ്ങ വെന്ത് വന്നിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കൂടി ചൂടാക്കിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിലിത് എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ ഒരു പടവലങ്ങ ഭാജി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ചു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിക്ക് സൈഡ് ഡിഷായിട്ട് പടവലങ്ങ സബ്ജിയായിരുന്നു. കണ്ടില്ലേ, ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത്. ചപ്പാത്തിയുടെ കൂടെ കുറച്ച് നെയ്യൊക്കെ തൂക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം. അതുവരേക്കും താങ്ക്